അങ്ങനെ ചിന്തിച്ചപ്പോ ഈ വിഷ്ണുവിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ വിഷ്ണു, ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിനക്ക് എന്റെ കൂടെ നിന്നൂടെ? എന്താ വിഷ്ണു ഒന്നും പറയാത്തേ? അത് ചിറ്റപ്പ എനിക്കങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോ. പിന്നെ നേരെ വാ നേരെ പോ, അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ചിറ്റപ്പ, ഞാനില്ല. പിന്നെ അതുമാത്രമല്ല, ഇതുപോലത്തെ ബിസിനസ് ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ നിരാശനാക്കി കളഞ്ഞല്ലോ ഏട്ടത്തി. അത് നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം. ഉപേന്ദ്രന് ഒരാളെ കിട്ടിയ പോരെ? ഇവിടെ വിഷ്ണുവിനൊപ്പം വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, രോഹിത്. രോഹിത്? രോഹിത്തിനെ തരാം. അവന് ഇവിടുത്തെ ഇപ്പോ ഹോട്ടൽ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത്. നല്ലൊരു ബിസിനസ്സുകാരനാകാനുള്ള പ്രാപ്തി അവനുണ്ട്. ഏട്ടത്തിക്ക് അറിയാമല്ലോ, ഒരിടത്തും ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ ചിലപ്പോ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങി വെച്ചിട്ട് നാളെ തന്നെ മലേഷ്യയിലേക്ക് പറന്നൊന്നും വരാം. അങ്ങനെ വരുമ്പോ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തുക തന്നെ വേണം. അത് നമ്മുടെ ചോരയാവുമ്പോ ആ ആത്മാർത്ഥത നമ്മളോട് കാണിക്കുമല്ലോ. ഉപേന്ദ്ര, രോഹിത്തിനെ ഞാൻ എന്റെ മകനായിട്ട് തന്നെ വളർത്തുന്നത്. അവനൊരു കരപറ്റി കാണാനുള്ള ആഗ്രഹവും എനിക്കുണ്ട്. ഉപേന്ദ്രനെ പോലെ ഒരാളിന്റെ ഒപ്പമാണെങ്കിൽ ഇതിൽ പരം വേറൊരു സന്തോഷമില്ലല്ലോ. ഇങ്ങ് ഇത് ശ്യാമ, അവന്റെ ഭാര്യ. ഓ, നാളെ ഇവരുടെ വിവാഹ വാർഷികോ. ഉപേന്ദ്രൻ വരണം, അപ്പൊ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യാലോ. ഞാനേ ആദ്യം ഒന്ന് നിൽക്കാനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ, അതിനുശേഷം എപ്പോ വേണമെങ്കിലും എനിക്കിവിടെ വരാമല്ലോ. അല്ല, ഇവിടെ നീ ഫർണിച്ചർ ബിസിനസ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ ചേട്ടാ, പക്ഷെ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിന്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കുക എന്നതാണ്. അതിന് ഏട്ടത്തിയുടെ വ്യക്തിബന്ധം വെച്ച് അതിനുള്ള ലൈസൻസ് എനിക്ക് റെഡിയാക്കി എടുക്കണം. അതിനും കൂടി ആയിട്ടാ എന്റെ ഈ വരവ്. അപ്പോ ചുമ്മാതെ ഏട്ടനെയും ഏട്ടത്തെയും കാണാൻ ഇറങ്ങിയതല്ല, ഒരു വലിയ കോളിനായി ചെറിയൊരു ചൂണ്ടായിട്ട് ഇറങ്ങിയതാ. അതിനാ നീ ആദ്യം വിഷ്ണുവിനെ കൂട്ടുപിടിച്ചത് അല്ലേ? അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാ ഏട്ടാ. എനിക്കിവിടെ വേറെ ആരെയും പരിചയമില്ലല്ലോ. വിഷ്ണുവിനെ എന്നെ അറിയില്ല, പറഞ്ഞു കേട്ടുള്ള അറിവൊക്കെ തന്നെയല്ലേ അവനുള്ളൂ, അല്ലേടാ? കണ്ടില്ലേ, ആ സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ളവർ തന്നെ വേണം. ഞാനും വിചാരിക്കുവായിരുന്നേ, 10-15 വർഷത്തിന് ശേഷമേ നിനക്കെന്താ പെട്ടെന്നൊരു ചേട്ട സ്നേഹം കയറിയതെന്നേ. അല്ല, അത് പിന്നെ ഏട്ടാ. അതെ ചിറ്റപ്പ, ഇനിയിപ്പോ കുറച്ചു ദിവസം എന്തായാലും നാട്ടിലുണ്ടാവുമല്ലോ ഇവിടെ, അപ്പൊ നമുക്ക് കാണാം. പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ വിഷ്ണു, അടുത്ത ദിവസം വരുമ്പോ നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാ. ഓ ആയിക്കോട്ടെ, ശരി. അച്ഛാ ഞാൻ പോയിട്ട് വരാം. കേറുന്നില്ലേ? ആ കേറാം. രോഹിത്തും കൂടി ഇപ്പൊ ഇവിടെ വേണ്ടതായിരുന്നു. എങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടായേനെ. അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്യാം. ഈ ബിസിനസ് ഇവിടെ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും. എത്ര നാളായേട്ടാ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, മടുത്തു തുടങ്ങി.
ഒന്നുമില്ലെങ്കിലും അവസാന കാലത്തെങ്കിലും വേണ്ടപ്പെട്ടവരോടൊത്ത് കഴിയാമല്ലോ. എടാ, അങ്ങനെയുള്ള ചിന്തയൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും കാശുകൾ ഉണ്ടാക്കണം. അതിനെന്ത് വഴികൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കുകയും ചെയ്യും. നീ തന്നെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കട്ടാ ഇവിടുന്ന് പോയത്? ഏ? അതിന്റെ ബാധ്യതകൾ മുഴുവൻ തീർത്തത് ഈ ഞാനും. അങ്ങനെ അന്ന് പോയതുകൊണ്ട് നഷ്ടമൊന്നും വന്നില്ലല്ലോ ഏട്ടാ. ഇട്ടുകൂടാനുള്ള പണം ഞാൻ ഉണ്ടാക്കിയില്ലേ. പക്ഷെ ഇനി എന്റെ ലക്ഷ്യം ഇവിടെ നമ്മുടെ സ്വന്തം മണ്ണില് വേരുറപ്പിക്കുക എന്നതാണ്. അതിന് ഏട്ടനും എടുത്ത് എന്നോടൊപ്പം നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഉപേന്ദ്രൻ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്കിക്കോളൂ, ഞങ്ങളുണ്ട് കൂടെ.